ഈ രാത്രി എന്താ ഈ റോട്ടിൽ നിൽക്കണേന്നറിയോ? ഒരു ഷോള് തപ്പി ഇറങ്ങിയ കഥയാണ്. ഒരു ഷോളല്ല, 2 ഷോള്. ഒരു ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ഉണ്ടായിരുന്നു 2 കോഡ് സെറ്റിന്. അപ്പോൾ കസ്റ്റമർക്ക് അതിന് മാച്ചിങ് ഷോളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സെയിം കളർ ഷോള് എൻ്റെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ തലേന്ന് കിട്ടി പിറ്റേന്ന് കൊടുക്കേണ്ട ഒരു വർക്കായിരുന്നു. കാരണം കസ്റ്റമർ അബ്രോഡ് പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ ടൈമില്ല. അപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട് എടുത്ത വർക്കായിരുന്നു. സംഭവം സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡ് സെറ്റാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സൈഡിൽ കുറച്ച് ഇറങ്ങിയിട്ട് സ്ലിറ്റ് വെച്ച് ചൈനീസ് കോളർ വെച്ചിട്ട് ഫ്രണ്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് മുകളിൽ മാത്രം 2-3 ബട്ടൺ മാത്രം ഓപ്പൺ ആക്കി ബാക്കി ക്ലോസ് ചെയ്തിട്ടുള്ളൊരു കോഡ് സെറ്റായിരുന്നു. പക്ഷേ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. 100 നിന്നിട്ടാണ് സംഭവം സെറ്റാക്കി എടുത്തത് തന്നെ. ബാക്കി തിരക്കുകളുടെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്തെടുത്തതാണ്. പക്ഷേ ഈ ഒരു ഷോളിന് വേണ്ടി തപ്പി നിന്ന് കൊറിയർ ഓഫീസ് അടച്ചും പോയി. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറൊരു കൊറിയർ ഓഫീസിൽ വിളിച്ച് അവർ 8 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. അവിടെ പോയി സംഭവം കൊടുത്ത് അവിടെ ചെന്നിട്ടാണ് പകുതി പാക്ക് ചെയ്തതൊക്കെ. ഷോളൊക്കെ തപ്പി കടയിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് കടയിൽ വെച്ചിട്ടൊക്കെയാണ് പാക്ക് ചെയ്തത്. എന്തൊക്കെ റിസ്ക്കാല്ലേ നമ്മൾ എടുക്കണത് ഒരു ബിസിനസ് കൊണ്ട് നടക്കാനൊക്കെ. പക്ഷെ അതിലൊരു ത്രില്ലുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഡെഡ് ലൈനിലൊക്കെ വർക്ക് ചെയ്ത് തീർക്കാൻ രസം തന്നെയാണ്.